പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചിരിക്കുന്നു. അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം, അല്ലെങ്കിൽ ആ പദ്ധതിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിൽ സർക്കാർ അല്ല, ഇപ്പോഴും ഉയർന്നു വന്ന വിമർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ വിശദീകരണങ്ങളെല്ലാം ചോദിക്കുന്നത്. ഞങ്ങൾക്കതിലൊരു തർക്കമില്ല. ഞങ്ങൾ PM ശ്രീ ഉൾപ്പെടെയുള്ള കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ടുന്ന പദ്ധതിയുടേതായാലും പ്രൊജക്റ്റിൻ്റെതായാലും ആ പണം കേരളത്തിന് ലഭിക്കേണ്ട കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും ഉണ്ടാവില്ല. ഞങ്ങൾക്ക് കിട്ടേണ്ടതാണ്. അതിന് മുമ്പൊന്നും നിബന്ധനയുണ്ടായിരുന്നില്ല. ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലം മുതൽ പഞ്ചവത്സര പദ്ധതി അങ്ങനെയാണല്ലോ തുടങ്ങുന്നത്. അതൊന്നും നിബന്ധനകളില്ല. ഗവൺമെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമാണ്. പിന്നീട് ഇന്ദിരാഗാന്ധിയുടെ കാലം മുതലാണ് ഓരോരോ നിബന്ധനകൾ വന്നു തുടങ്ങിയത്. പിന്നീട് ഇപ്പോൾ വലിയ രീതിയിലുള്ള നിബന്ധനകൾ ഈ കേന്ദ്ര ഗവൺമെൻറ് BJP ഗവൺമെൻറ് മുന്നോട്ടേക്ക് വെച്ച് സംസ്ഥാനങ്ങൾക്ക് തരേണ്ടുന്ന പണം തരാതിരിക്കുന്ന പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് തരേണ്ടുന്ന ഒരു 8,000-ഓളം കോടി ഉറുപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരാൻ പല നിബന്ധനകളും പറഞ്ഞിട്ടും പല കാര്യങ്ങൾ പറഞ്ഞിട്ടും തരാതിരിക്കുന്നു. 2 ലക്ഷം കോടി ഉറുപ്പിക കഴിഞ്ഞ കാലത്ത് തരേണ്ട പണം നമുക്ക് തന്നില്ല എന്നുള്ളത് വേറെ കാര്യമാണ്, അത് പറയുന്നുണ്ട്. അതിന് പുറമെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സ്കീമിൻ്റെ ഭാഗമായി 60% അവരും 40% കേരളവും നൽകേണ്ടുന്ന പണത്തിൻ്റെ ഒരു വലിയ ഭാഗം പണം, അതായത് 8,000 കോടി ഉറുപ്പിക. ധനകാര്യ വകുപ്പ് മന്ത്രിയോട് ഇന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞത് 8,000 കോടി ഉറുപ്പിക നെല്ലിൻ്റെ സംഭരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തരാൻ ബാക്കിയാണ്. അത് തരുന്നില്ല. ഓരോരോ നിബന്ധനകൾ വെച്ച് നമുക്ക് തരാതിരിക്കുകയാണ്. നമുക്ക് കേരളത്തിന് അർഹതപ്പെട്ട പണം തരിക തന്നെ വേണം. ഇതൊരു കാര്യം. പിന്നെ ഓരോന്നിനും നിബന്ധന വെക്കുകയാണ്. അത് ഒന്നിനു മാത്രമല്ല. ഇപ്പം ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിബന്ധന വെച്ചു, വീട് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടതിന് നിബന്ധന വെച്ചു. ഇപ്പോൾ PM ശ്രീ എന്ന് പറയുന്ന ഈ വിദ്യാഭ്യാസ മേഖലയിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിൽ നിബന്ധന വെച്ചു. എല്ലാം നിബന്ധന വെച്ചുകൊണ്ട് ഇങ്ങനെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളെ അതിശക്തിയായിട്ട് ബാധിക്കുന്ന രീതിയിൽ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാടുകൾ സ്വീകരിക്കുന്നതിനെ ഇവിടെ യഥാർത്ഥത്തിൽ ഏത് ഗവൺമെൻറ്റും ഫെഡറലിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യം മുന്നോട്ടേക്ക് വെക്കുമ്പോൾ ഈ നിലപാടിനെ എതിർക്കണ്ടല്ലേ? കോൺഗ്രസ് നിലപാടിനെ എതിർക്കുന്നുണ്ടോ? കോൺഗ്രസ് ഇവിടെ ഇപ്പോൾ സമരം നടത്താൻ പുറപ്പെട്ടിരിക്കുകയാണ്. വളരെ വിചിത്രമായ കാര്യം, കോൺഗ്രസിന് ഒരൊറ്റ അക്ഷരം ഉണ്ടാകാൻ അവകാശമില്ല. കോൺഗ്രസിൻ്റെ കാലത്ത് തന്നെയാണ് BJPയുടെ കാലത്ത് കോൺഗ്രസ് അംഗീകരിച്ചതാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട ഗവൺമെൻറ് കോൺഗ്രസ് ഭരിക്കുന്ന സന്ദർഭത്തിൽ രാജസ്ഥാൻ ഗവൺമെൻറ്റാണ്. കർണാടകത്തിൽ ഇപ്പോൾ അവരെ ഭരിക്കുന്നുണ്ട്, അവിടെയുണ്ട്, തെലങ്കാനയിലുണ്ട്. അത്രയിലെ സംസ്ഥാനമുള്ളൂ. ഇപ്പോൾ മുമ്പത്തെ പോലെ സംസ്ഥാനമില്ല. അവിടെയെല്ലാം ഒപ്പിട്ടിട്ടുണ്ട്, അവിടെയെല്ലാം നടപ്പിലാക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അടിക്കാൻ ഒരു വടി കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ മേലെ നിലപാട് സ്വീകരിച്ച് കൊണ്ടുപോകുന്ന ഒരു സമീപനമാണ് കോൺഗ്രസിനുള്ളത്. കോൺഗ്രസിൻ്റെ ഇരട്ടത്താപ്പാണ്. അവർക്ക് രാഷ്ട്രീയമാണ്. കേരളത്തിൽ ഒരു വികസന പ്രവർത്തനവും നടത്താൻ പാടില്ല എന്ന രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നയപരമായിട്ട് അന്നും ഇന്നും ഇനി നാളെയും ഈ PM ശ്രീ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള നിബന്ധനകൾക്കെതിരാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ മേഖലയിലും ഗവൺമെൻറ് കേരളത്തിന് നൽകേണ്ടുന്ന പണം തരാതിരിക്കുന്നു. അത് ചെറിയ രീതിയിലുള്ളതല്ല, ആയിരക്കണക്കിന് കോടി. ഇപ്പോൾ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞ പോലെ 8,000-ഓളം കോടി ഉറുപ്പിക നമ്മുടെ നെല്ല് സംഭരിച്ചത് ഉൾപ്പെടെയുള്ള പൈസ തരാതിരിക്കുന്നു. ഓരോ നിബന്ധന വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ടുള്ള ശക്തിയായ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനങ്ങൾക്കെതിരായിട്ട് ഒരുതരം സാമ്പത്തിക ഉപരോധം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. PM ശ്രീയുടെ ഭാഗമായിട്ടും അത് തന്നെയാണ് സംഭവം. അത് കുറേ കൊല്ലമായി. ഇപ്പം തുടങ്ങിയതല്ല, 2-3 വർഷമായി ഇതിൻ്റെ മേലെ നടക്കാൻ തുടങ്ങിയിട്ട്. വലിയ രീതിയിലുള്ള സമരം നടന്നിട്ടുണ്ട്, പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ഞങ്ങൾ അന്നും ഇന്നും CPIM എന്ന രീതിയിലായാലും CPI എന്ന രീതിയിലായാലും എല്ലാവരും PM ശ്രീ പദ്ധതി എന്നുള്ള ഈ നിബന്ധനയെ അതിശക്തിയായിട്ട് അന്നും ഇന്നും എതിർത്തുകൊണ്ടിരിക്കുകയാണ്. നാളെയും അത് തന്നെയാണെന്ന് അറിയുക. അതാണ് അത് ഗവൺമെൻറ്, അത് ഞാൻ പറഞ്ഞില്ല, അത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടതുപക്ഷ പ്രസ്ഥാനം, ഞങ്ങളുണ്ട്, CPI ഉണ്ട്. CPI ആണല്ലോ ഞങ്ങളുടെ മുന്നണിയിലെ ഏറ്റവും പ്രബലമായ ഒരു ഇടതുപക്ഷ പാർട്ടി. സ്വാഭാവികമായിട്ടും ഞങ്ങളും അവരൊക്കെ ആയിട്ട് ചർച്ച ചെയ്ത് ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കും. ഞങ്ങൾക്ക് സമയം തള്ളു അല്ലാന്ന് അതൊക്കെ ഭരണപരമായ പ്രശ്നമാണ്. ഭരണപരമായ പ്രശ്നം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യും.
ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ അതല്ല, ഇപ്പോ നിബന്ധനയാണ് എതിർക്കുന്നത്. പക്ഷെ ആ നിബന്ധന മാത്രമേ പക്ഷെ എതിർക്കുന്നു. ആ ഒപ്പുവെച്ചതിലൂടെ ആ നിബന്ധന നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അടക്കമുള്ള നിബന്ധന ഒന്ന് വഴങ്ങിയല്ലേ ചെയ്തത്? അല്ല, അത് ഒരു ഭാഗം. അതല്ലാതെ ഒരുപാട് ഭാഗമുണ്ടല്ലോ. വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കേണ്ടുന്ന ഒരുപാട് പണം ഇതിന്റെ പേരിൽ തടഞ്ഞു വെക്കുകയാണ്. ഈ NEP-യുടെ ഏത് പണം കിട്ടാൻ വേണ്ടി ഒരു നയം, ഇടതുപക്ഷത്തിന് ഒരു നയമുണ്ട്. ആ നയത്തിന് പറ്റി അപ്പോൾ നിങ്ങളുടെ വിചാരം എന്താ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയം നടപ്പിലാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത്? അത് ആദ്യം EMS 1967 പറഞ്ഞത് പഠിക്കണം. ഞങ്ങൾക്ക് നയമുണ്ട്, പാർട്ടിക്ക്, ഇടതുപക്ഷ പാർട്ടികൾക്ക് നയമുണ്ട്. ആ നയം മുഴുവൻ ഈ ബൂർഷ്വാ രാഷ്ട്രീയ പ്രസ്ഥാനം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഭരണകൂടം എന്ന് പറയുന്നത് കുത്തക മുതലാളിത്തത്തിൻ്റെയും ഭൂപ്രഭുത്വത്തിൻ്റെയും സാമ്രാജ്യത്വത്തിൻ്റെയും വർഗഘടനയുടെ ഭാഗമായി നിൽക്കുന്ന ഒരു ഗവൺമെൻറ് ഈ ഗവൺമെൻറ്. അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റും അല്ല. ഇടതുപക്ഷ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുമല്ല. ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല. അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ്. അപ്പോൾ നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടികളെല്ലാം നടപ്പിലാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട്. ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ തന്നെ പ്രാവർത്തികമാക്കുന്ന കാര്യത്തിലൊക്കെ വലിയ വ്യത്യാസമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഭരണപരമായിട്ട് നോക്കുമ്പോൾ സാധിക്കുന്ന കാര്യമല്ല ഞങ്ങൾ ഉയർന്ന മുദ്രാവാക്യം പോലും. പക്ഷേ ഇതെന്താ ഉണ്ടായതെന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ CPI ഉൾപ്പെടെ ഞങ്ങളെല്ലാം യാതൊരു തരത്തിലുള്ള മുൻവിധിയും ഇല്ലാതെ ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടേക്ക് പോവുക തന്നെ ചെയ്യും. അതിൽ എന്തെങ്കിലും തർക്കം ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ കാത്തിരിക്കുന്നത് പോലെ UDF